ഹായ്, അഗ്രികൾച്ചർ സംരംഭകരെ ഇതിലേ എന്ന് IARA വിളിക്കുന്നു. അതായത് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഗ്രാൻഡ് കൊടുക്കുന്നതിൻ്റെ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. അഗ്രികൾച്ചറൽ മേഖലയിൽ സ്പെഷ്യലി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ കാണാം. ഓക്കെ, നമസ്കാരം. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു pusakrishi.in, അതായത് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കോൾ ഫോർ ചെയ്തിട്ടുണ്ട് ഒരു ആപ്ലിക്കേഷൻ്റെ ഷിറ്റിച്ച് 2025-26 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. pusakrishi.in എന്നാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ നെയിം. അപ്പോൾ സ്റ്റാർട്ടപ്പായിട്ടുള്ള ഐഡിയകളുള്ള കമ്പനികൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് കണ്ടിട്ടില്ലാത്തൊരു അതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും സ്റ്റാർട്ടപ്പ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇൻക്യുബേഷൻ കിട്ടും, അതേമാതിരി തന്നെ ഫണ്ടിങ് സപ്പോർട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ IARA എന്ന് പറയുന്നത് എസ്പെഷ്യലി കൃഷി പരിപാടികൾക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഫണ്ടിങ്ങും കാര്യങ്ങളും അതിൻ്റെ ബേസ്ഡ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ മാസം 29-നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തത്. ഈ മാസം, അതായത് സെപ്റ്റംബർ 15, 2025 അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡെഡ് ലൈൻ. അത് എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. പക്ഷേ അതിലെ ഒരു ടൈം ലൈൻ കൊടുത്തിരിക്കുന്നത് 19-ന് അതിൻ്റെ അനൗൺസ് ചെയ്യും. അതായത് അതിലത്തെ ആരൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, സെലക്ട് ചെയ്ത ആളുകളെ വെച്ചിട്ടായിരിക്കും 23-ാം തീയതി കോഹോട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അവിടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ അഗ്രി മേഖലയിൽ എന്തെങ്കിലും ഇന്നോവേഷൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫണ്ടിങ് ലഭിക്കാനുള്ളൊരു സപ്പോർട്ട് ആണിത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിതിൽ സെലക്ഷൻ ആയി കഴിഞ്ഞ് നിങ്ങൾക്കൊരു ട്രെയിനിങ് സെഷനും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമ്മളിപ്പോൾ EDB പ്രോഗ്രാം പലരും പറയുന്നുണ്ട്, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു 15 ഇതിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും, പെർ ഡേ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ അവർ ഷെഡ്യൂൾ ചെയ്ത് തരും ക്ലാസ്സുകൾ. അപ്പോൾ ആ ക്ലാസ് പ്രകാരം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഏത് ലെവലിലേക്ക് എത്തിക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവരുടെ തന്നെ മുൻപത്തെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. നിങ്ങൾ pusakrishi.in വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമുകൾ റൈസ്, ഉബ്ജ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലോസ് ഡൗൺ ആണ്. അവർ ഇടയ്ക്ക് പ്രോഗ്രാമുകൾ ഇങ്ങനെ കോൾ ഫോർ ചെയ്യും. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഈ പറഞ്ഞ പ്രോഗ്രാമുകളുടെയൊക്കെ വരും. നിങ്ങൾ ഇടയ്ക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കുക. ബാക്കി ഡീറ്റെയിൽസിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡീറ്റെയിൽസ് ഇതിനെ പറഞ്ഞ എന്താ പറയുക, അഗ്രി മേഖല തന്നെയല്ല, സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്രൂപ്പിൽ വരും. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്